ശാരീരികമായിട്ട് രൂപാന്തരപ്പെടാത്തതിൻ്റെ തെളിവാണ് സഹോദരിമാരായ നിങ്ങൾ ഈ ഭാഗത്തും സഹോദരന്മാരായ ഞങ്ങൾ ഈ ഭാഗത്തുമായിപ്പോയി. ചില സഭയിലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചുമപ്പ് പരവതാനിയാണ് ഇടനാടിയിലിടുന്നത്. അപകടം, അവിടുന്ന് ആരും ഇങ്ങോട്ട് ഇവിടുന്ന് ആരും അത് രൂപാന്തരപ്പെട്ടിട്ടില്ല. രൂപാന്തരപ്പെടാത്ത തെളിവാണ്. ഇന്ന് ഞാൻ ഒരു 40 ദിവസം ഉപവാസത്തിൻ്റെ അവസാനത്ത് പകൽ സംബന്ധിച്ചു. അവിടുത്തെ പാസ്റ്റർ തിരുവത്താഴ ശുശ്രൂഷ നടത്തിയ ശേഷം, ബഹുമാനപ്പെട്ട പാസ്റ്റർ തിരുവത്താഴ ശുശ്രൂഷ നടത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ദൈവമക്കൾ എല്ലാവരും എഴുന്നേറ്റ് ഒരു പ്രത്യാശയുടെ പാട്ട് പാടി ആരാധിക്കുമ്പോൾ സഹോദരിമാർ പറഞ്ഞു, സഹോദരിമാർ തമ്മിൽ തമ്മിലും സഹോദരന്മാർ തമ്മിൽ തമ്മിലും വിശുദ്ധ ചുംബനം. അതെന്താ അങ്ങനെ ആയിപ്പോയത്? രൂപാന്തരപ്പെട്ടിട്ടില്ല. ഞാനൊരു സ്വതന്ത്ര സഭയുടെ പാസ്റ്ററായിട്ടിരിക്കുമ്പോൾ തിരുവത്താഴം നടത്തിയ ശേഷം ഞാൻ പറഞ്ഞു, പ്രത്യേകിച്ച് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പ്രത്യാശയുടെ പാട്ട് പാടുമ്പോൾ സഹോദരിമാർ തമ്മിൽ തമ്മിൽ വിശുദ്ധ ചുംബനം, സഹോദരന്മാർ തമ്മിൽ തമ്മിൽ വിശുദ്ധ ചുംബനം. ഞങ്ങളുടെ മൂപ്പൻ നിരത്തി എല്ലാവർക്കും ഒന്നും കൊടുത്തു. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, പ്രശ്നമാകുന്നു അച്ഛൻ, എല്ലാവർക്കും ചുംബനം കൊടുക്കുന്നു. ഞാൻ ഇടയ്ക്കൂടെ ഓടിച്ചെന്ന് ഇദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ച് മാറ്റി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നാ മണി ഞാൻ കാണിച്ചേ, സഹോദരന്മാർക്ക് വിശുദ്ധ ചുംബനം കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ സഹോദരിമാർക്ക് ചുംബനം കൊടുത്തേ. ഉടനെ പുള്ളി പറഞ്ഞു, ഇത് വിശുദ്ധ ചുംബനമാണ്. വേറൊരച്ഛൻ കേട്ടുകൊണ്ടിരിക്കുക. പുള്ളി പറയാം, അത് ഇവിടെ അല്ല, വീട്ടിൽ ചെന്ന് കൊടുത്താൽ മതി. അപ്പം ഇവിടെ ആരും രൂപാന്തരപ്പെട്ടിട്ടില്ല. അവ തിരഞ്ഞെടുത്ത 3 പേർക്കാണെങ്കിൽ നമ്മുടെ കർത്താവ് രൂപാന്തരപ്പെട്ടെങ്കിൽ എന്തായി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ, എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, മൺമയമായത് മാറി, അതാ രൂപാന്തരം. മർത്യമായത് മാറി, അമർത്യമായത് പ്രാപിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നമ്മുടെ രക്ഷാനായകൻ, നമ്മുടെ പ്രസംഗ വിഷയം, നമ്മുടെ ആരാധ്യനാകുന്ന ക്രിസ്തു തിരഞ്ഞെടുത്ത 3 പേർക്കാങ്കിൽ പുനരാഗമനത്തിന്റെ നിഴലായി അവൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ എങ്ങനെ ഇരുന്നു? കർത്താവ് രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനെ ഇരുന്നു? ഇത് ഡിസംബർ 25 അല്ലേ? കാലിത്തൊഴുത്തിലേക്ക് അച്ചുമത്തപ്പുറത്ത് കൈകാലിട്ടടിക്കുന്ന ഉണ്ണിയേശു കുഞ്ഞിനെ പോലല്ല. തിരഞ്ഞെടുത്ത 3 പേർക്കാണെങ്കിൽ യേശു രൂപാന്തരപ്പെട്ടപ്പോൾ എങ്ങനിരുന്നു? കുഷ്ഠരോഗിയെ ശുദ്ധമാക്കിയപ്പോൾ നാഥന്റെ മുഖം വരുന്നത് പോലെയല്ല. തളർവാദ രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ ഇരുന്നത് പോലെയല്ല. കുരുടനെ കാഴ്ച കൊടുത്തപ്പോൾ യേശു ഇരുന്നത് പോലെയല്ല. 5 അപ്പം കരത്തിലെടുത്ത് പ്രാർത്ഥിച്ച് 1000ങ്ങളുടെ വിശപ്പ് ശമിപ്പിച്ചപ്പോൾ യേശു ഇരുന്ന പോലെയല്ല. തിരഞ്ഞെടുത്ത 3 പേർക്കാണെങ്കിൽ നാഥൻ രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ എങ്ങനിരുന്നു? ധന്യനായ മത്തായി എഴുതി വെച്ചിരിക്കുന്നത്, അവന്റെ മുഖം സൂര്യനെ പോലെ, അവന്റെ വസ്ത്രം വെളിച്ചം പോലെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്റെ സാഹിത്യത്തിൽ ഞാൻ പറയാറുണ്ട്, നട്ടുച്ച നേരത്ത് മാനത്ത് കതിരവൻ കത്തി നിൽക്കുന്ന പോലെ, കോടി സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശ കിരണം പോലെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മലയുടെ തുമ്പിൽ ജ്വലിച്ചു നിൽക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഇന്നലെ വരെ ആർക്കും തൊടാൻ, ഇന്നലെ വരെ ആർക്കും പിടിക്കാൻ, ഇന്നലെ വരെ ആർക്കും തോളെ കൈയിടാൻ, ഇന്നലെ വരെ ആർക്കും അടുത്ത് ചെല്ലാൻ, ഇന്നലെ വരെ ആർക്കും മുഖത്ത് നോക്കി കാര്യം പറയാൻ പ്രാപ്തനായ ഒരു പച്ച മനുഷ്യനെ പോലെ കടൽക്കരകളിലൂടെ, ഗ്രാമങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ അടിവെച്ച് മനുഷ്യനായി നടന്ന കർത്താവ് ഇന്ന് വേണ്ട മലയുടെ മുകളിൽ ക്ഷണനേരം കൊണ്ട് അടിമുടി ആവാതെ ചൂടം മാറ്റം വന്ന മുഖം സൂര്യനെ പോലെ, ഉടുപ്പ് വെളിച്ചം പോലെ, അങ്ങനെ ജ്വലിച്ചങ്ങോട്ട് നിൽക്കുക. ഈ ഭാഗം ഞാൻ വായിച്ചിട്ട് ഞാൻ അറിയാതൊരു ചോദ്യം ചോദിച്ചു, ആരായി യേശു? സ്വത്രം. കോടി സൂര്യ പ്രഭയെ വെല്ലുന്ന പ്രകാശം പോലെ മുഖമായി, ഉടുപ്പ് വെളിച്ചം പോലെ വെണ്മയായി അവൻ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന ഈ ഭാഗം ആത്മാവിൽ വായിച്ചിട്ട് എന്റെ ധ്യാനമുറിയിൽ ഞാൻ ആവേശത്തോടെ ചോദിച്ചു, ആരായി യേശു? ആരായി യേശു? ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന യേശു കേവലം ഒരു മനുഷ്യനല്ല. മിണ്ടുന്നില്ല. ഞങ്ങൾ ഉയർത്തുന്ന യേശു കേവലം ഒരു വ്യക്തിയല്ല. ഞങ്ങൾ ഉയർത്തുന്ന യേശു എണ്ണപ്പെട്ട ദേവന്മാരിൽ ഒരുവനല്ല. ഞങ്ങൾ ഉയർത്തുന്ന യേശു നിരവധി ദേവന്മാരിൽ ഒരു ദേവനല്ല. ഞങ്ങൾ ഉയർത്തുന്ന യേശു ആരാ? അവൻ സാക്ഷാൽ ദൈവത്തിന്റെ പ്രതിമ. സകല സൃഷ്ടിക്കും ആദ്യജാതൻ. കരമടിച്ചവനെ ആരാധിക്ക്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്.
അവനെ പോലെ ഒരു ദൈവമില്ല, അവനെ പോലെ ഒരു രക്ഷകനില്ല, അവനെ പോലെ ഒരു ഉദ്ധിതനില്ല, അവനെ പോലെ ഒരു ഉദ്ധാരകനില്ല, അവനെ പോലെ ഒരു മധ്യസ്ഥനില്ല, അവനെ പോലെ ഒരു രാജാവില്ല, അവനെ പോലെ ഒരു ദൈവമില്ല. യെസ് 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 യെസ്. എത്ര ശ്രേഷ്ഠനാണ്, എത്ര ഉന്നതനാണ്, എത്ര വലിയവനാണ്, എത്ര പരമാധികാരിയാണ്, എത്ര സർവവ്യാപിയാണ്, എത്ര സർവശക്തനാണ്. ഇന്ന് രാത്രി നാം ഉയർത്തുന്ന ക്രിസ്തു നേരെ ഓടിപ്പോവുക. എനിക്കവിടെ നിന്ന് വിസ്തരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് പോവുക. കടശ്യ വാക്യത്തിലായ എൻ്റെ സന്ദേശത്തിൻ്റെ കടിഞ്ഞാണ് കടക്കുന്നത്. ഞാൻ ഇവിടേക്ക് വരാം. അപ്പൊ തിരഞ്ഞെടുത്ത 3 പേർക്കാണെങ്കിൽ കർത്താവ് എന്ത് ചെയ്യുകയാണ്? നോക്ക്, അങ്ങോട്ട് ജ്വലിച്ചേ പച്ച മനുഷ്യനെ പോലെ, വിശപ്പും ദാഹോക്കൾ മനുഷ്യനെ പോലെ നടന്ന കർത്താവ് തീക്കഷണം പോലെ മലമുകളിൽ നിൽക്കുക, ജ്വലിച്ചു മലമുകളിൽ നിൽക്കുക. ഈ കാഴ്ച ആരൊക്കെ കണ്ടു? പത്രോസും യാക്കോബും. ചെറിയ കാഴ്ചയാണോ? അവരകവാള് വെട്ടുന്ന, വായടഞ്ഞു പോകുന്ന ഈ ഭയങ്കരമാകുന്ന കാഴ്ച കണ്ട് അമ്പരപ്പെട്ട് നിൽക്കുമ്പോൾ വേറൊരു കാഴ്ച കൂടെ കാണുക. അതെന്താ? രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ അരികിൽ അതുപോലെ തന്നെ ജ്വലിച്ചു നിൽക്കുന്നു മോശയും ഏലിയാവും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുണ്ടറക്കാരൻ്റെ ഒരു CJ മനുവേൽ ഉദ്ദേശിച്ചുണ്ട്, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത. ആമേൻ. അദ്ദേഹത്തിൻ്റെ പരസ്യോഗത്തിൻ്റെ പ്രൊഡക്റ്റാണ് എൻ്റെ അമ്മ. 80 കാലഘട്ടങ്ങളിൽ തകരം വളച്ച് അത്തിക്കേങ്കവളിൽ പരസ്യോഗത്തിന് പ്രസംഗിച്ചപ്പോൾ കൊടുമ്പറവിൽ കൊടവുമായി ആറ്റി വെള്ളം കോരാൻ പോയ എൻ്റെ അമ്മ, അന്ധനായ ആ ദൈവവൃത്തൻ്റെ സുവിശേഷ പ്രസംഗം കേട്ട് കത്തോലിക്ക സമുദായത്തിൽ നിന്ന് എൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരസ്യോഗത്തിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ, എൻ്റെ അമ്മ. അപ്പോൾ മനുവലുഷയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ അവനേതാ ഇവനേതാ ഇവനേതാന്നറിയാത്ത വിധത്തിൽ മറുരൂപമലയിൽ 3 പേർ ഒരുപോലെ നിൽക്കുക. ആരൊക്കെ? യേശുക്രിസ്തുവും മോശയും ഏലിയാവും. 3 പേർ ഒരുപോലെ നിൽക്കുക. അപ്പം ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വന്ന് കത്താൻ, ആകെ കത്തി നിൽക്കുക, എന്നാലും ഒന്നുകൂടെ ഒന്ന് കത്താൻ ഞാനൊരു വെളിപ്പാട് പറയാം, ഒരു ദൂത് പറയാം. ഈ രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന യേശുക്രിസ്തുവിനെ അരികിൽ മോശ ഏലിയാവ് നിൽക്കുക കേട്ടോ. ആരായി മോശ ഏലിയാവും? ആരായി മോശ ഏലിയാവും? ഇതിൽ മോശ ന്യായപ്രമാണത്തിൻ്റെ ദാതാവാണ്. ഇപ്പുറം നിൽക്കുന്ന ഏലിയാവ് പഴയ നിയമത്തിൻ്റെ പ്രവാചകന്മാരിൽ പ്രധാനി. ഇവർ 2 പേരും 2 വിഭാഗത്തിൻ്റെ പ്രതിനിധികളും കൂടാ. മോശ ഏത് വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണെന്നറിയാമോ? ന്യായപ്രമാണത്തിൻ്റെ ദാതാവാ. നിങ്ങളുടെ ഉള്ളം കത്താൻ ഞങ്ങളുടെ റാന്നി ശൈലിയിൽ ചെറിയൊരു ബോംബ് അങ്ങോട്ട് തരിക. മോശ ന്യായപ്രമാണത്തിൻ്റെ ദാതാവ്. അപ്പം തന്നെ ഒരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. ഏത് വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണെന്നറിയാം? പറയാം. മോശ മരിച്ച് മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധി. ഇപ്പുറം നിൽക്കുന്ന ഏലിയാവോ ജീവനോടെ രൂപാന്തരം പ്രാപിച്ച് മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധി. അപ്പൊ ഈ പന്തലിരിക്കുന്ന വിശുദ്ധന്മാരോട് ഞാൻ പറയാം, വിശുദ്ധന്മാർക്ക് 2 നിലയിൽ മഹത്വത്തിൽ പ്രവേശിക്കാം. 1 മരിച്ചും മഹത്വത്തിൽ പ്രവേശിക്കാം. 2 ജീവനോടെ രൂപാന്തരം പ്രാപിച്ച മഹത്വത്തിൽ പ്രവേശിക്കാം. ഉള്ളം കത്താനുള്ള വെളിപ്പാട് ഞാൻ കൂടെ തരിക. മോശ നിൽക്കുന്ന മോശ മരിച്ചു, അതുകൊണ്ടാണ് മരിച്ചു മഹത്വത്തിൽ പ്രവേശിച്ച വിശുദ്ധന്മാരുടെ പ്രതിനിധി. എന്നാൽ ഇപ്പുറം നിൽക്കുന്ന ഏലിയാവ് മരിച്ചോ? നിങ്ങളുടെ ഇപ്പോഴത്തെ ഇരിപ്പ് കണ്ടിട്ട് ഏലിയാവ് ജീവിച്ചിരുന്നോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോവുക. മോശ മരിച്ചു, ഇപ്പുറം നിൽക്കുന്ന ഏലിയാവ് മരിച്ചോ? ഉറക്കെ പറ. ഏലിയാവ് മരിച്ചില്ല. പിന്നെ ഏലിയാവിനെ കൊല്ലുമെന്ന് ആരോ പറഞ്ഞു. ആരാ പറഞ്ഞേ? ഉറക്കെ പറ. ഇസബേല്. അപ്പൊ ജീവിക്കുന്ന ദൈവത്തിന്റെ ഭക്തനാകുന്ന ഏലിയാവ് ഇസബേലിന്റെ കൊലവിളി കേട്ടു, പക്ഷെ കൊല ചെയ്യപ്പെടാൻ അവന്റെ ദൈവം അനുവദിച്ചില്ല. ദൂത് പിടികിട്ടിയവർ ദൈവത്തെ സ്തുതിച്ചോണം.
പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ഭക്തനാകുന്ന ഏലിയാവ് ശത്രുവിന്റെ കൊലവിളി കാതിൽ കേട്ടു. കൊല ചെയ്യപ്പെടാൻ അവന്റെ ദൈവം അനുവദിച്ചില്ല. എന്താ ഇതിനകത്തെ വെളിപ്പാട്? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തനെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവം എനിക്ക് വേണ്ടി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വിശുദ്ധന്മാർ ആത്മാവിൽ ബലപ്പെട്. ശക്തിയോടെ പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തനെ, പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തയെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി അടങ്ങിയിരിക്കരുത്. തന്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തിന്റെ ആത്മാവ് ആരാധിക്കുന്ന നിന്നോട് ഇടപെടുന്നത്. പ്രാർത്ഥിക്കുന്ന നിന്നെ ശത്രുവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തിന്റെ തേജസ്സിന്റെ ദ്രവിക്കാത്ത കരം ഈ രണ്ടാം രാത്രിയിൽ ഈ പന്തലകത്ത് ചലിക്കുന്നുണ്ട്. നിന്റെ തലമുറയ്ക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ അഴിയുന്ന രാത്രിയായത്. നിന്റെ കുടുംബത്തിന്റെ ഭാവിക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ അഴിയുന്ന രാത്രിയായത്. നിന്റെ ആയുസ്സിനെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ അഴിയുന്ന രാത്രിയായത്. നിന്റെ ശുശ്രൂഷക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ അഴിയുന്ന രാത്രിയായത്. നിന്റെ വാഗ്ദത്തത്തിനെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ അഴിയുന്ന രാത്രിയായത്. നിന്റെ നിയമനത്തിന്, നിന്റെ നിലവാരത്തിന്, നിന്റെ നിയോഗത്തിനെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ അഴിയുന്ന രാത്രിയായത്. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ജയിക്കുന്ന രാത്രിയായത്. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുത്ത് ആരാധിക്കുമ്പോൾ ഞാൻ വെളിപ്പാട് കാണുന്നത് കൊമ്പിൽ ചുറ്റിക്കിടക്കുന്ന ഒരു പാമ്പ് അതിന്റെ ചുറ്റടിച്ചെടുക്കുന്ന പോലെ കുടുംബങ്ങൾക്കെതിരെ, തലമുറകളുടെ ഭാവിക്കെതിരെ, വാഗ്ദത്തത്തിനെതിരെ, നന്മയ്ക്കെതിരെ, ആയുസ്സിനെതിരെ ശത്രുവരിക്ക പദ്ധതികളെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി അഴിക്കുകയോ. അഴിയട്ടെ ക്യാൻസറുകള്, അഴിയട്ടെ ട്യൂമറുകള്, അഴിയട്ടെ മാറാ രോഗങ്ങള്, അഴിയട്ടെ മരണവിധികള്. കൃപ 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 കൃപ. എവിടേക്കോ ശത്രുവരിക്ക പദ്ധതികളെ ദൈവത്തിന്റെ കരമെന്ന് രാത്രി അഴിച്ചു മാറ്റുന്നുണ്ട്. ദൈവം തന്ന ആയുസ്സിന് മുന്നേ നീ ഛേദിക്കപ്പെടുക എന്നത് ശത്രുവിന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ആ പദ്ധതിയെ പൊളിച്ചു മാറ്റുകയാണ്. യാത്ര മധ്യേ നീ പൊലിയുക എന്നത് ദുഷ്ടന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ആ പദ്ധതി അഴിച്ചു മാറ്റുകയാണ്. നിന്റെ വീടിന്റെ മുറ്റത്ത് നീലപ്പടുത, നിന്റെ വീടിന്റെ മുറ്റത്ത് കരിങ്കൊടി കെട്ടുക എന്നത് ശത്രുവിന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ആ പദ്ധതി അഴിച്ചു മാറ്റുകയാണ്. നിന്റെ കുടുംബത്തിൽ എല്ലാ തലമുറയിലും ഒരു രോഗി അവശേഷിക്കുക എന്നത് ശത്രുവിന്റെ പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ആ പദ്ധതി അഴിച്ചു മാറ്റുകയാണ്. നിന്റെ തലമുറയ്ക്കൊരു ഭാവി ഉണ്ടാകാതെ എല്ലാ നാളും നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറ ബാധ്യതയായി നിൽക്കുക എന്നത് ശത്രുവിന്റെ പദ്ധതിയാണെങ്കിൽ ഈ രണ്ടാം രാത്രി ദൈവത്തിന്റെ കരം ആ പദ്ധതിയെ അഴിച്ചു മാറ്റുകയാണ്. തുറക്കട്ട വാതിലുകള്, തുറക്കട്ട വാതിലുകള്, തുറക്കട്ട വഴികള്, അഴിയട്ടെ ബന്ധനങ്ങള്, അഴിയട്ടെ അഭിലാരങ്ങള്, അഴിയട്ടെ മന്ത്രവാദങ്ങള്, അഴിയട്ടെ അഭിലാര പോരാട്ടങ്ങള്. ശമന ഘടക രഗതന ഘടക രഗജഗന ഘടക. അല്പനിമിഷം ദൈവമക്കൾ ആത്മാവിൽ ബലപ്പെടുക. ശമാന ഹത്ത പ്രവസിയ. ചില മന്ത്രവാദ കെട്ടുകൾ ഇന്ന് രാത്രി ഇതിനകത്ത് അഴിഞ്ഞു മാറുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. ചില പാരമ്പര്യ രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞിളകുന്നത് ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു. പ്രാർത്ഥിക്കുന്ന ഭക്തനെ ശത്രുവിന്റെ യുദ്ധത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തിന്റെ തേജസ്സിന്റെ ദ്രവിക്കാത്ത കരത്തിന്റെ ചലനം ഇന്ന് രാത്രി പന്തനെ നടക്കുന്നുണ്ട്. കൃപ 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 കൃപ. Yes.
കൃപ കൃപ. പ്രാർത്ഥിക്കുന്ന തന്റെ ഭക്തനെ ശത്രുവിന്റെ ഇഷ്ടത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവത്തിന്റെ തേജസ്സിന്റെ ബലമുള്ള കരം ഇന്ന് രാത്രി ഈ പന്തലിൽ ചലിക്കുന്നുണ്ട്. എലിയാവ് കൊലവിളി കേട്ടു, പക്ഷെ കൊല ചെയ്യപ്പെടാൻ അവന്റെ ദൈവം അനുവദിച്ചില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എപ്പോഴാ ഏലിയാവിനെതിരെ കൊലവിളി ഉണ്ടായത്? ഞാൻ ചോദിച്ചോട്ടെ, ചുമ്മാതെ നടന്ന കൊലവിളി ഉണ്ടോ? ചോദിച്ചാൽ ചുമ്മാതെ നടന്ന കൊലവിളി ഇല്ല. ദർശനമില്ല, ആത്മഭാരമില്ല, വചനധ്യാനമില്ല, പ്രാർത്ഥനയില്ല, ഉപവാസമില്ല, ദൈവത്തോട് വിശ്വസ്തതയില്ല. തെക്കും വടക്കും നടന്ന കൊലവിളി ഉണ്ടോ? ഒരു പോരാട്ടമില്ല. എന്ത് സുഖമായിരിക്കും, ഒഴുക്കിന് അനുസരിച്ചങ്ങ് പോകാം. പക്ഷെ ഏലിയാവിനെതിരെ എപ്പോഴാണ് കൊലവിളി പൊങ്ങിയത്? പറയാം. പഴയ നിയമത്തിന്റെ തലക്കനം വന്ന ഒറ്റ പ്രവാചകരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ ഏലിയാവിനോട് ദൈവം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അഭിനന്ദന പ്രവാഹമല്ല, അനുമോദനത്തിന്റെ പൂച്ചണ്ടല്ല, മറുവശത്ത് കൊലവാള് പൊങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രാപിച്ച ശുശ്രൂഷയ്ക്ക് വിലകൊടുക്കുന്ന ഭക്തന്മാരോട്, ദൈവകുഞ്ഞുങ്ങളോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പ്രവചിക്കുകയാ. നിന്റെ ശുശ്രൂഷയിൽ ആരിലും വെളിപ്പെട്ടിട്ടില്ലാത്ത ശുശ്രൂഷ നിന്നിലൂടെ വെളിപ്പെടുന്നത് കണ്ട് അതിൽ അസൂയ കൊണ്ട് നിന്നെ തകർക്കാൻ ഏതൊക്കെ ഇസ്രായേലിയ മണ്ഡലങ്ങൾ കൊലവാളുമൊക്കെ നിറഞ്ഞാടിയാലും ഏലിയാവെ വിളിച്ചത് ദൈവമാണെങ്കിൽ, കൈക്ക് പിടിച്ചിറക്കിയ ദൈവമാണെങ്കിൽ, നിയോഗിച്ചത് ദൈവമാണെങ്കിൽ, നിന്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ ഒരു ഇസ്രായേലിന്റെ വാളിനോ ഒരു ഇസ്രായേലിന്റെ പ്രവാചകർക്കോ നിന്നെ തൊടാൻ പറ്റത്തില്ല. ഉറപ്പുള്ളവർ ഇന്ന് രാത്രി ആത്മാവിൽ ബലപ്പെട്. എന്നെ വിളിച്ചത് ഒരു മനുഷ്യനല്ല, എന്നെ വിളിച്ചത് എന്റെ ദൈവമാണ്. ശുശ്രൂഷ എന്റെ മേൽ പകർന്നത് ഒരു മനുഷ്യനല്ല, ദൈവമാണ്. എന്നെ കൈക്ക് പിടിച്ചുറക്കിയത് മനുഷ്യനല്ല, ദൈവമാണ്. ദൈവമാ നിന്നെ വിളിച്ചതെങ്കിൽ നിന്റെ ദൗത്യം പൂർത്തീകരിക്കുമ്പോളം വിളിച്ചവന്റെ ഉള്ളംകൈയിൽ നീയും നിന്റെ ആയുസ്സും നിന്റെ ഭാവിയും നിന്റെ ശുശ്രൂഷയും സുരക്ഷിതമായിരിക്കും. ആരാധിക്കുന്നവന്റെ സംരക്ഷണം ബാങ്കിലല്ല, ആരാധിക്കുന്നവന്റെ സംരക്ഷണം വളർത്തുനായിലല്ല, ആരാധിക്കുന്നവന്റെ സംരക്ഷണം ഗവൺമെന്റിലല്ല, ആരാധിക്കുന്നവന്റെ സുരക്ഷിതത്വം ദൈവത്തിന്റെ കയ്യില്. പാറ്റിക്കളയാൻ, പിഴുതെറിയാൻ, പറിച്ചെറിയാൻ 2017 ആരംഭം മുതൽ അവസാനം വരെ ശത്രു പൊരുതി. എന്താ തകരാഞ്ഞത്? വിളിച്ചവന്റെ ഉള്ളം കയ്യിലായിരുന്നു നീ ഞാനും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാൻ ഞാൻ മടങ്ങി വരിക. അപ്പൊ ഏലിയാവിനെതിരെ കൊലവിളി ഉണ്ടായി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ വെളിപ്പാട് വിടാം, എനിക്ക് പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരണം. അപ്പോഴേ ഞാൻ ചോദിക്കുക ഇസബേലിനോട്, ബഹുമാനത്തോട് നല്ല കളിയാക്കി പരിഹസിച്ച് പുച്ഛിച്ചോണ്ടാണ് ചോദിക്കുന്നേ. ജീവിക്കുന്ന ദൈവദാസനെ കൊല്ലുമെന്ന് നീ പറഞ്ഞില്ലേ അല്ലേ? വലിയ ശുശ്രൂഷയൊക്കെ വെളിപ്പെട്ടപ്പോൾ അവൾ ഉറയിൽ നിന്ന് വാള വലിച്ചൂരി കരിങ്കാളിയെ പോലെ ഉറഞ്ഞുതുള്ളി ഉറക്കം പറഞ്ഞു, നാളെ ഈ നേരം നിന്നെ ഞാൻ തീർത്ത് കളയും. അപ്പൊ ജീവിക്കുന്ന ദൈവത്തിന്റെ ദാസനാകുന്ന ഏലിയാവിനെ കൊല്ലുമെന്ന് കൊലവാള് പൊക്കി കൊലവിളി മുഴക്കി ഇസബേലേ ഞങ്ങൾ എന്നോട് ചോദിക്കുക, നീ എവിടാ, നീ ഇപ്പൊ എവിടാ, നീ ഇപ്പൊ എവിടാ എന്ന കൊലവിളി കേട്ട ഏലിയാവിനോട് ചെറുപ്പക്ക കൺവെൻഷന്റെ 2ാം രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചോദിക്കുക, ശത്രുവിന്റെ കൊലവിളി കേട്ട ഏലിയാവേ അങ്ങിപ്പോൾ എവിടെ നിൽക്കുന്നു? അങ്ങിപ്പോ ആരുടെ പ്രതിനിധിയായി നിൽക്കുന്നു? ഇതാ പ്രാർത്ഥിക്കുന്നവനെ ശത്രുവും തമ്മിലുള്ള വ്യത്യാസം. കൊലവിളി മുടക്കിയിട്ട് അവൾ മാളികയുടെ മുകളിൽ കയറി, കിളിവാതിൽ തുറന്ന് താപ്പോട്ട് നോക്കി സ്വർണ്ണനിറമുള്ള മുടി ചീകി മിനുക്കി കൊണ്ട് നിൽക്കുമ്പോൾ താഴെ കൂടെ ഏകു പോകുന്നു. ചോദിച്ചു, ശുഭമാണോ പോക്ക്? ഏകോ തിരിച്ചു പറഞ്ഞ മറുപടി, പിടിച്ച് പൊക്കിയെടുത്ത് താപ്പോട്ടിട്ട് ആരുമില്ലേ? ഏട്ടവാദി 2 ഷണ്ണന്മാരും വന്ന് അവളെ പിടിച്ച് പൊക്കി താപ്പോട്ടിട്ടത്. ഭക്തനെ കൊല്ലുമെന്ന് കൊലവിളി മുടക്കിയവൾ എന്തിയേ? നാളികയുടെ മുകളിൽ നിന്ന് താപ്പോട്ട് വരിക. നേരെ ചൊവ്വയല്ല, പഴുത്ത കൂടച്ചക്ക വരുന്ന പോലെ ഉച്ചിമുത്തി താപ്പോട്ട് വരിക. വന്ന വരവിൽ കട്ടളപ്പടിയിൽ തലതട്ടി ചിതറി അവിടെ ചോര ഇസ്രായേലിലെ നായ്ക്കുട്ടികളെ നക്കി ഭക്തനെ കൊല്ലുമെന്ന് കൊലവിളി മുടക്കിയവൾ മാളിക മുകളിൽ നിന്നും തലയെ കുത്തി താപ്പോട്ട് വീണ് തകർന്നപ്പോൾ കൊലവിളി കേട്ടവൻ എന്തിയെ? മേളിനെ താപ്പോട്ട് വീണ് തകർന്നില്ല, യോർദാന്റെ മറകരയിൽ അഗ്നിരഥമിറങ്ങി.
മരണത്തിന്റെ രുചി അറിയാതെ അഗ്നിയിലേക്ക് ചവിട്ടിക്കയറി അവൻ മേപ്പോട്ട് പോയി. ഒരു വലിയ ദൈവമനുഷ്യന്റെ വാക്ക് കടമെടുത്ത് പറയുക, കൊലവിളി നടത്തിയവൻ താപ്പോട്ട് വരുമ്പോൾ കൊലവിളി കേട്ടവൻ മേപ്പോട്ട് പോയി. എന്റെ വാക്കിട്ട് പറയുക, കൊലവിളി നടത്തിയവൻ തകർന്ന് താപ്പോട്ട് വരുമ്പോൾ കൊലവിളി കേട്ടവൻ തകർച്ചയറിയാതെ മേപ്പോട്ട് പോയി. കൊലവിളി കേട്ടവൻ മേപ്പോട്ട് പോയപ്പോൾ കൊലവിളി നടത്തിയവൻ താപ്പോട്ട് വന്നു. കൊലവിളി നടത്തിയവൻ ഇന്നൊരു പിടി മണ്ണായി അവശേഷിച്ചപ്പോൾ കൊലവിളി കേട്ടവൻ ഇന്ന് മഹത്വത്തിൽ ജീവിക്കുന്നു. നിന്നെ പകയ്ക്കുന്ന, നിന്റെ തലമുറകളുടെ ഭാവിക്കെതിരെ വാദിക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിന്റെ വാഗ്ദത്തത്തിനെതിരെ പടപൊരുതി അലറി വരുന്ന അന്ധകാര മണ്ഡലങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ ആ സ്ഥാനത്ത് നിനക്ക് തകർച്ചയല്ല, തൽസ്ഥാനത്ത് നിനക്കൊരു ഉയർച്ച വരൂ. പ്രാർത്ഥിക്കുന്ന നിന്റെ പുറകിൽ ഇന്ന് രാത്രി വല്ലഭന്റെ കരം ചലിക്കുന്നുണ്ട്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു വർഷം നമ്മെ വിട്ടു പോവുകയാ. പടിഞ്ഞാറ് ചക്രവാളത്തിൽ 2017 സൂര്യൻ അസ്തമിക്കാൻ പോകുകയാ. പുതിയൊരു വർഷം നമ്മെ കൊതിക്കാൻ പോകുകയാ. എണ്ണപ്പെട്ട മണിക്കൂറുകൾ, എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിയുമ്പോൾ ഒത്തിരി ഓർമ്മകൾ അവശേഷിപ്പിച്ച്, ഒത്തിരി സ്മരണകൾ അവശേഷിപ്പിച്ച് 2017 അങ്ങനെ ചരിത്രത്തിലേക്ക് മാറും. എന്നാൽ ഉദിക്കാൻ പോകുന്ന 2018 നോക്കി ഞാൻ ആത്മാവിൽ പറയാം, 2018 നിന്റെ തകർച്ചയുടെ വർഷമല്ല, നിന്റെ ഉയർച്ചയുടെ വർഷമാണ്. 2018 നിന്റെ നഷ്ടത്തിന്റെ വർഷമല്ല, നിന്റെ ലാഭത്തിന്റെ വർഷമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കും. ഈ ദൂത് എന്നോടാണ് വിശ്വസിക്കുന്നവർ. ഗൗരവമായ ഭാഗത്തേക്ക് വരാം. നമ്മുടെ ടൈം കഴിഞ്ഞു. ഇനിയുള്ളത് 7:10 ആയാൽ 80. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖമാണ്. ഇനിയുള്ള 10 പ്രയാസമാണ്, ദുഃഖമാണ്. അത് വേഗം തീരും. എത്ര വലിച്ചു നീട്ടിയാലും കഷ്ടമാണ്. കാരണം ദുഃഖമാണ്, ഉള്ളുകയല്ല, ഒക്കത്തില്ല. കാര്യം 9-10 വരെ ഞാൻ നോക്കിയിരിക്കുക. 9-9:15 ഏറിയാൽ 9:15 വരെ ഞാൻ നോക്കിയിരിക്കുക. അതും പ്രതാപം. അതിന് പ്രതാപവും പ്രയാസവും ദുഃഖമാണ്. അതുകൊണ്ട് വേഗം പോകാം. അപ്പം ഈ 3 പേരും മലമുകളിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുന്നത് യേശു, ന്യായപ്രമാണത്തിൻ്റെ ദാതാവായ മോശയും പ്രവാചകൽ പ്രധാനിയായ ഏലിയാവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ 2 വശങ്ങളിലായി അങ്ങനെ കൊണ്ട് നിൽക്കുക. 3 എണ്ണം ഒരുപോലെ നിൽക്കുക. മനുവേലുഷിയുടെ വാക്ക് ഇടപെടുത്ത് പറയും, അവനേതാ ഇവനേതാന്നറിയാത്ത വിധത്തിൽ 3 പേരും ഒരുപോലെ. അതെന്താ 3 പേരും ഒരുപോലെ നിൽക്കുന്നതെന്ന് അറിയാമോ? അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് ഈ രൂപാന്തര ശരീരങ്ങളെല്ലാം എങ്ങനെ പറ, ഈ രൂപാന്തരമാണ് നിങ്ങൾക്ക് വിഷയം. അതാണ് ഞാൻ ആദ്യം 2 വട്ടം പറയുന്നത്. ഈ 3 പേരും ഒരുപോലെ നിൽക്കുന്നത് എന്നാണെന്നറിയാമോ? രൂപാന്തര ശരീരങ്ങളെല്ലാം എങ്ങനെ പറഞ്ഞു? ദൈവമേ, ഇത് കഴിഞ്ഞോൾ എന്നെ പോലെ ആകുമെന്ന ചിന്ത. അങ്ങനെ തന്നെയൊന്നുമല്ല. രൂപാന്തര ശരീരങ്ങളെല്ലാം ഒരുപോലെ മാത്രമേ ഉള്ളൂ പറയാൻ. ഒരുപോലെ. ഇവിടെ ഇപ്പം നമ്മൾ എല്ലാവരും ഏതാണ്ടൊക്കെ പോലെ അങ്ങ് ഇരിക്കുക അല്ലേ? നമുക്ക് നമ്മുടെ വിചാരം ഭയങ്കര സൗന്ദര്യമാണ്. അതാണ് ഒരു കാര്യം കൊള്ളുകയില്ല. ഇവിടെ ഇപ്പോഴ് പ്രായം കൂടിയവരുണ്ട്, കുറഞ്ഞവരുണ്ട്, മുടി നരച്ചവരുണ്ട്, നരയ്ക്കാത്തവരുണ്ട്, മനഃപൂർവ്വം നരപ്പ് മാറ്റിയവരുണ്ട്, അവരെ ഞാൻ തുടർന്നില്ല. പല്ല് പോയവരുണ്ട്, പല്ലില്ലാത്തവരുണ്ട്, വെപ്പുകല്ലുകാരെ കാര്യം ഞാൻ മിണ്ടുന്നില്ല. കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, പിന്നെ സ്വത്രം പറയാത്തവരാരുമില്ല. അങ്ങനൊരു സന്തോഷം എനിക്കുണ്ട്. ഈ രൂപാന്തര ശരീരങ്ങൾക്ക് ഇങ്ങനെ ഭേദം വല്ലതും ഉണ്ടോ? രൂപാന്തര ശരീരങ്ങളിൽ എങ്ങനെ അതുപോലെ. അതുകൊണ്ടല്ലേ സാമിച്ചാൽ നമ്മളിൽ മരണ വീട്ടിൽ പാടാറുള്ളത്, രാവും അന്ധകാരം, വെയിൽ, ശീതവും അങ്ങില്ല. അടുത്തത് ദൂതതുല്യം ശുദ്ധർ അങ്ങ് ശോഭിച്ചിടും. ആ പാട്ട് കേട്ടിട്ടില്ലേ? ഇല്ലേ? രാവും അന്ധകാരം, വെയിൽ, ശീതവും അങ്ങില്ലേ. രാവും അന്ധകാരം, വെയിൽ, ശീതവും അങ്ങില്ലേ. ദൂതതുല്യം. ധൈര്യമായിട്ട് പാടിക്കൂ, ആരും മരിച്ചിട്ടില്ല. ശോഭിച്ചിടും ദൂതതുല്യം ശോധരങ്ങ് ശോഭി. ഓ യെരൂശലേമൻ ഇമ്പവീടേ
അപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴും ചേർന്ന് പാടാം. ധരണിയിലെ പാടും കേടും എപ്പോഴും ദൂതരും അങ്ങാർത്തുപാടി ദൂതരും അങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി ദൂതരും അങ്ങാർത്തു സദാ സ്വരമണ്ഡലം പാടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതമാമോടി നാഥനെ കൊണ്ടാടിടുന്ന ഗീതമാമോടി. എത്ര മനോഹരമായ പാട്ട്, എത്ര അനുഗ്രഹിക്കപ്പെട്ട പാട്ട്. എൻ്റെ വണ്ടിക്കകത്തും വീട്ടിലുമൊക്കെ എൻ്റെ ഏകാന്തത ഞാൻ കേട്ട് ആനന്ദിച്ച് ആഹ്ലാദിച്ച് സന്തോഷിച്ച് ബലപ്പെടുന്നൊരു പാട്ടായത്. കണ്ടോ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അന്തരീക്ഷം പോയത് ഒരു മരണവീട് മരണപ്പന്തൽ പോലായി. ഇടയ്ക്ക് 2 ശവം വച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ 60 കഴിഞ്ഞ സകലയാണോ തല കുനിച്ചു വേടത്തെ പോലെ. ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ചിലത് ബൈബിളിൻ്റെ സിബിടുന്നു, മൊബൈലിൻ്റെ സൈലൻ്റ് മാറ്റുന്നു, ഷാള് വലിച്ചു കെട്ടുന്നു, കസേര വലിച്ചു മാറ്റുന്നു. എന്തൊക്കെ വലിച്ചു കെട്ടിയാലും എന്തൊക്കെ സൈലൻ്റ് മാറ്റിയാലും എതിലെയൊക്കെ പോയാലും ഇന്നല്ലേ നാളെ പോക്കാം. ഇന്ന് രാത്രി മരണത്തെ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ട്? ഒറ്റയാനെ പോലെ ഞാനൊരു കാര്യം പറയാം. ജീവിക്കുന്ന ഒരു വിശുദ്ധന്റെ ഏറ്റവും വലിയ വിടുതൽ മരണമാ. അതിനപ്പുറം അവനൊരു വിടുതലില്ല. മരണത്തിലൂടെ ഒരു വിശുദ്ധ ചെന്നെത്തുന്നത് മരണമില്ലാത്ത, ദുരിതമില്ലാത്ത, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു നിത്യനാട്ടില്. അതുകൊണ്ടല്ലേ മറ്റൊരു പാട്ടുകാരൻ പാടിയത്, സ്വർഗഭാഗ്യം എത്ര യോഗ്യം ആർക്കും വർണ്ണിച്ച അതിൻ ഭാഗ്യമോർക്കും തോറും എൻ്റെ ആശയേറുക. അടുത്തതകൾ പാടി നിർത്തുന്നത്, പ്രാവിനെ പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ശീഘ്രം ശീഘ്രം പറന്ന് 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 ഞാൻ എൻ്റെ മണവാളന്റെ സന്നിധിയിലെത്തുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അതുല്യ പ്രേക്ഷിതാചാര്യനാകുന്ന പൗലോസ് മരണത്തെ നോക്കി ഒരു വാക്ക് പറഞ്ഞത്, ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തു, മരിക്കുന്നുവെങ്കിൽ എനിക്ക്. പന്തൽ ഉറക്കപ്പറ, മരിക്കുന്നുവെങ്കിൽ എനിക്ക്, മരിക്കുന്നുവെങ്കിൽ എനിക്ക്. അപ്പൊ മരണം ലാഭമെന്ന് പറഞ്ഞൊരു മഹാൻ പൗലോസ്ലീഹ, മരണം ലാഭമെന്ന് പറഞ്ഞൊരു പ്രത്യയശാസ്ത്രം വിശുദ്ധ ബൈബിൾ. ഞാൻ പലയിടത്തും പറയാറുണ്ട്, എന്തൊരു മടയത്തരം അല്ലെ നാട്ടുകാർ ചിന്തിച്ച അയാൾ എന്തൊരു പോഷത്തെ പറഞ്ഞ മരണം ലാഭമാണെന്നോ? ലാഭമല്ല, മാനുഷികമായിട്ട് പറഞ്ഞാൽ മരണം നഷ്ടമാണ്. അതുകൊണ്ടാണ് കരുണാകരൻ മരിച്ചപ്പോൾ കേരള രാഷ്ട്രീയം പറഞ്ഞത് കരുണാകരൻ്റെ മരണം രാഷ്ട്രീയ ലോകത്തിന് തീരാ നഷ്ടമാണെന്ന്. കലാഭവൻ മണി മരിച്ചപ്പോൾ മലയാള സമൂഹം അതുകൊണ്ടാണ് പറഞ്ഞത് മണിയുടെ മരണം മലയാള ലോകത്തിന് തീരാ നഷ്ടമാണെന്ന്. മനസ്സിലായോ? മരണം ഇവിടുത്തെ മത, രാഷ്ട്രീയ, സാംസ്കാരിക, കലാ, കായിക മേഖലകളിലെല്ലാം നഷ്ടം മാത്രം വിതയ്ക്കുമ്പോൾ ഇവിടുത്തെ സമസ്ത മേഖലകളിലും നഷ്ടം വിതച്ച മരണത്തെ നോക്കി പോഷനെ പോലെ പൗലോസ് പറയുക, ഇതെനിക്ക് ലാഭമാ. ലോകത്തിന് നഷ്ടം വിതയ്ക്കുന്ന മരണത്തെ നോക്കി ഇതെനിക്ക് ലാഭമാണെന്ന് പറയാൻ തന്നേടമുള്ള വിശുദ്ധന്മാർ അവരുടെ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ച്. ഞാൻ അത്രയും പ്രസംഗിച്ചുകൊണ്ട് വന്നത് മരണത്തെക്കുറിച്ച് പറയാം. മരണം വേണ്ടി പ്രസംഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, വലിയ ഇഷ്ടമാണ്. അപ്പം ഞാൻ അത്രയും പ്രസംഗിച്ചുകൊണ്ട് വന്നതായി മരണത്തെക്കുറിച്ച് പ്രസംഗിക്കാനല്ല. ഈ രൂപാന്തര ശരീരങ്ങളെല്ലാം എങ്ങനെയാണ്? ഒരുപോലെയാ. അപ്പം മലമുകളിൽ മോശയും ഏലിയാവും യേശു എങ്ങനെ നിൽക്കുന്നു? ഒരുപോലെ നിൽക്കുക. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ നിർത്താൻ പോവാ. ഈ ഭയങ്കര കാഴ്ച ആരാ കണ്ടത്? പത്രോസും യാക്കോബും യോഹന്നാനും. ഇത് ചെറിയ കാഴ്ചയാ. ആരും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ആർക്കും ഇന്നുവരെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ഒരു മഹാ കാഴ്ചയാ ഇവരുടെ പച്ച കണ്ണുകൊണ്ട് ഇവർ കാണുന്നത്. 3 ഒരുപോലെ നിൽക്കുക. ഈ കാഴ്ച കണ്ട ശിഷ്യന്മാരുടെ ഉള്ളിൽ ഉളവായ വികാരം വിശദീകരിക്കാൻ എനിക്ക് പുൾപിറ്റി ഭാഷ കിട്ടുന്നില്ല. കാര്യം ചില കാഴ്ചകൾ നമ്മളെ അങ്ങനെ ആക്കിക്കളയും, വല്ലാതാക്കി കളയും. എന്നോട് കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞു, 30 വർഷം 40 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത 2 പാസ്റ്റർമാർ പറഞ്ഞൊരു അനുഭവം. അത് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിർത്താം, നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവും. ഒരാൾ പറഞ്ഞത്, യോഗിച്ചോ പണ്ട് കോട്ടയത്ത് വന്നപ്പോഴേ അമ്മയുടെ ഉദരം മുതൽ 2 കാലും വളഞ്ഞു പോയൊരു മനുഷ്യനെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നു. യോഗിച്ചോ അദ്ദേഹത്തിൻ്റെ തലയിലോട്ട് കൈവച്ച് ജീസസ് എന്ന് പറഞ്ഞപ്പോൾ വളഞ്ഞ 2 കാലും
നമ്മുടെ ഒരു പാഷൻ 30 വർഷം കർത്താവിൻ്റെ വേലയില്ല. പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നു, യോങ്കിച്ചോ കൈവയ്ക്കുന്നു, കാല് നിവരുന്നു. പുള്ളി അകവാൾ വെട്ടിപ്പോയി. ഘട്ടം ഘട്ടമായിട്ടുള്ള സൗഖ്യം 40 ബുധനാഴ്ച കൊണ്ടൊക്കെ പാവം കണ്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് ഒരു വലിയ സൗഖ്യം ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി പറഞ്ഞു, എൻ്റെ പൊന്നു പാഷ എന്തൊരു അത്ഭുതമാണ്, മനുഷ്യൻ കൈവയ്ക്കുമ്പോൾ വളഞ്ഞ 2 കാല്. ഞാൻ പറഞ്ഞു, എന്നിട്ട് അയ്യോ ആ കാഴ്ച കണ്ട ഞാൻ 15 മിനിറ്റ് സ്തംഭിച്ചു പോയത് കണ്ടോ. ചില കാഴ്ച നമ്മളെ വല്ലാതാക്കും. വേറെ ആളെന്നോട് പറഞ്ഞു, ഓങ്കെ 99 കൊച്ചി വന്നപ്പോൾ മുതുകിന് പുതിക്കാത്ത തേങ്ങയുടെ വലിപ്പത്തിൽ മുഴയുമായിട്ടൊരു ക്യാൻസർ രോഗി വന്നു. അദ്ദേഹം അയാളുടെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ച ആ നിമിഷം മുതുകിലെ വമ്പൻ മുഴ അപ്രത്യക്ഷമായി. ഈ ദൈവദാസനത് കണ്ടു. അങ്ങനെ കൈവെക്കുന്നു, മുഴ മാറിപ്പോകുന്നു. പുള്ളി പറയും, അയ്യോ എന്തൊരു അത്ഭുതം, കൈവയ്ക്കുന്നു, ബലൂൺ വലിപ്പമുള്ള മുഴ അപ്രത്യക്ഷമാകുന്നു. ഞാൻ പറഞ്ഞു, എന്നിട്ട് അയ്യോ ആ കാഴ്ച കണ്ട ഞാൻ 30 മിനിറ്റ് സ്തംഭിച്ചു പോയെന്ന്. അദ്ദേഹത്തെക്കാട്ടി 15 രൂപ കൂടി. അപ്പോൾ യോങ്കിച്ചോ കൈവയ്ക്കുന്നതിലൂടെ കാലിന് വരുന്നത് കണ്ട്, ബോംബെ കൈവയ്ക്കുന്നതിലൂടെ മുഴ മാറുന്നത് കണ്ട് നമ്മുടെ 2 ഭക്തന്മാര് 15-30 മിനിറ്റ് വെച്ച് സ്തംഭിച്ചു പോയെങ്കിൽ മലമുകളിൽ യേശു രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന, മോശയും ഏലിയാവും രൂപാന്തരപ്പെട്ട് നിൽക്കുന്ന ഈ അവർണ്ണനീയമായ കാഴ്ച കണ്ട ശിഷ്യന്മാർ സ്തംഭിച്ചോ, മരച്ചോ? അതാ ഞാൻ പറഞ്ഞ എനിക്ക് ഭാഷ കിട്ടുന്നില്ലെന്ന് ഒരു ചിന്തകൻ പറഞ്ഞത്, അതുപോലെ ഞാനങ്ങ് പറയാം. ഈ കാഴ്ച കണ്ട ശിഷ്യന്മാർ മരിച്ചില്ല, മരിച്ചവരെ പോലായി. ഇപ്പം നിങ്ങളിരിക്കുന്ന ഈ സെക്കൻഡ് നിങ്ങളിരിക്കുന്ന പരുവത്തി മിണ്ടുന്നില്ലല്ലോ. ജീവനുണ്ട്, പക്ഷേ മരിച്ചിട്ടില്ല. എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണമെന്നറിയാൻ കഴിയാതെ അങ്ങനെ നിൽക്കുക. വേഗം പോവാ. ഞാൻ യാക്കോബും യോഹന്നാനും അങ്ങനെ തന്നെ നിൽക്കുക. ഇപ്പം നിങ്ങൾ ഈ പന്തലിരിക്കുന്ന പോലെ മിണ്ടാതെ നിൽക്കുക, ബഹളമൊന്നും ഉണ്ടാക്കുന്ന അങ്ങനെ നിൽക്കുക. പത്രോസ് കുറേ നേരമൊക്കെ മൗനമായിട്ട് നിന്നു. എന്നിട്ട് പുള്ളിക്ക് ഒക്കുന്നില്ല. പെട്ടെന്ന് പുള്ളി കുടഞ്ഞ് ചാടി തുള്ളി യേശുവിനെ നോക്കി 2 ഡയലോഗ്. കാര്യം എന്ത് കണ്ടാലും പെട്ടെന്ന് എടുത്ത് ചാടുന്നൊരു പ്രകൃതക്കാരനായിരുന്നല്ലോ ആര്, ആദ്യത്തെ പോപ്പൊക്കെ. പക്ഷേ എന്ത് കണ്ടാലും പുള്ളി പെട്ടെന്ന് എടുത്തിയാണ്. അതിൻ്റെ തെളിവാണ് യേശു ഒരിക്കൽ കടൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്ന കാഴ്ച പത്രോസ് കണ്ടപ്പോൾ പുള്ളിക്ക് അങ്ങ് തോന്നുക, ആ വരുന്നത് ആരാ? ഭൂതം. തോന്നുക മാത്രമല്ല, തോന്നിയതുപോലെ തമ്പുരാനെ കയറി വിളിച്ചു ഭൂതം. നിത്യജീവൻ്റെ മൊഴി കൊടുക്കാമെന്ന് പറഞ്ഞ് കൂടെ ചേർത്തവനെ ഒരു ദുർബല നിമിഷത്തിൽ പുള്ളി കയറി വിളിക്കുക ഭൂതം. പിന്നെ ചാഗോളം വിളിച്ചോ? ഇല്ല. അതാണ് എന്ത് കണ്ടാലും പെട്ടെന്ന് എടുത്തു ചാടും. 3 ചൊടിച്ചൊരുപോലെ മലമുകളിൽ നിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പത്രോസ് ചാടി തുള്ളി ഓടി വന്ന് കർത്താവിനെ നോക്കി അടിച്ച 2 വാക്ക് കേട്ടേ, കർത്താവേ നാനിവിടെ ഇരിക്കുന്നതെന്നന്ന്. അടുത്തത്, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിൽ. എനിക്ക് ഇച്ചിരിയുടെ ബഹുമാനം അദ്ദേഹത്തോട് തോന്നുന്നു. കാര്യം ന്യായമായിട്ട് പുള്ളി ഒരു വാക്ക് ചോദിച്ചു, നിനക്ക് അദ്ദേഹത്തിൻ്റെ രീതി വെച്ച് നോക്കുകയാണെങ്കിൽ സമ്മതമെന്ന വാക്ക് ചോദിച്ചത് മഹാകരുണയാണ്. ഇത് കണ്ട പുള്ളി നേരെ പോയി കുടല് കെട്ടി ആരോടും ചോദിക്കാതെ 3 വലിച്ചു കയറ്റി വാതിലടക്കേണ്ടതാ പുള്ളി ചെയ്തില്ല. ന്യായമായിട്ടൊരു വാക്ക് ചോദിച്ചു, നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിനെന്ന് പറഞ്ഞു. പത്രോസ് ഈ വാക്ക് പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ചിന്ത, ഈ പ്രകാശമുള്ള മേഘം അവരുടെ മേൽ നിഴലിട്ടത് ഒരു പ്രതിഷേധം പോലെ. കാര്യം 3 പേർ ഒരുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ട പത്രോസിന്റെ ഉള്ളിൽ ക്രിസ്തുദേവനെ പറ്റി ഉദിച്ചുയർന്ന ദുർബലമായ ചില ചിന്തകൾ ഉണ്ടായേക്കാം. ആ ചിന്തയെ ചുരുട്ടി ചരിത്രത്തിന്റെ ചവിട്ടുകൊട്ടയ്ക്കപ്പുറത്തേക്ക് എറിയുമാറ് പ്രതിഷേധം പോലെ മേഘത്തട്ടിറങ്ങി. എപ്പോഴാ മേഘം ഇറങ്ങിയത്? യേശുവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചപ്പോഴാണോ? പോയോ? എപ്പോഴാ മേഘം ഇറങ്ങിയത്? യേശുവിന്റെ വസ്ത്രം വെളിച്ചം പോലെ വെണ്മയായപ്പോഴാണോ? എപ്പോഴാ മേഘം ഇറങ്ങിയത്? മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചപ്പോഴാണോ? ശരിക്കും അപ്പോഴല്ലേ ഇറങ്ങേണ്ടിയത്. പിന്നെ എപ്പോഴാ ഇറങ്ങിയത്? 3 കുടിൽ ഇവിടെ ഉണ്ടാക്കാം, 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയാവിന് എന്ന വാക്ക് എപ്പോൾ പത്രോസ് പറഞ്ഞു, അപ്പോൾ തന്നെ മേഘം ഇറങ്ങി അവരെ മറച്ചു. കാര്യം ഈ കാഴ്ച കണ്ട പത്രോസിന്റെ ഉള്ളിൽ ഉദിച്ച ചിന്ത ഏത് കാഴ്ച? 3 പേർ ഒരുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ട പത്രോസിന്റെ ഉള്ളിൽ ഉദിച്ച ചിന്ത, ഇവിടെ മോശ വലിയവനല്ല, പിന്നെ ഏലിയാവും വലിയവനല്ല, പിന്നെ യേശുവും വലിയവനല്ല. രൂപാന്തര ശരീരങ്ങളല്ലേ എങ്ങനെയാ? ഒരുപോലെ. അപ്പോൾ ഇവിടെ പുള്ളി ആരെയും വലുതാക്കിയില്ല, ആരെയും ചെറുതാക്കിയില്ല, 3 പേരെയും തുല്യരാക്കി. അതുകൊണ്ടാ പറഞ്ഞ 3 കുടിലെന്ന്.
2 പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് നോക്കത്തില്ല, 1 പറഞ്ഞാൽ ഞാൻ തൊടുകയില്ല. 3 കുടിലുണ്ടാക്കാമെന്ന് പത്രോസ് പറഞ്ഞ പദത്തിന്റെ ഇന്നർ മീനിങ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ കാഴ്ച കണ്ട പത്രോസ്, 3 പേരും ഒരുപോലെ നിൽക്കുന്ന കാഴ്ച കണ്ട പത്രോസ് ഒരു നിമിഷത്തേക്ക് ലോകരക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ ഇവിടെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത്. അതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്നില്ല. പത്രോസേ, നീ എത്ര കാലം കണ്ട കരുത്തനാണെങ്കിലും ശരി, മോശയ്ക്ക് കുടില് കെട്ടിക്കോ, ഏലിയാവിന് കുടില് കെട്ടിക്കോ, അവർക്ക് നടുവിൽ യേശുവിന് കുടില് കെട്ടി നീ യേശുവിനെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ശ്രമം നടത്തേണ്ട. കാരണം യേശു മോശയേക്കാൾ വലിയവനാണ്. മിണ്ടുന്നില്ലല്ലോ. അവൻ ഏലിയാവിനേക്കാൾ വലിയവനാണ്. അവൻ ആദ്യ പിതാമകനായ അബ്രഹാമിനേക്കാൾ മുൻപേ ഉണ്ടായവനാണ്. അവൻ ശലോമോനേക്കാൾ ശ്രേഷ്ഠനാണ്. അവൻ യോനയേക്കാൾ ശ്രേഷ്ഠനാണ്. കോടാനുകോടി മുതൽ മുടക്കി പണി കഴിപ്പിച്ച യെരുശലേം ദേവാലയത്തേക്കാൾ വലിയവനാണവൻ. ആ ദേവാലയത്തിലെ യാഗങ്ങളെക്കാൾ വലിയവനാണവൻ. അവൻ ശബത്തിനും കർത്താവാണ്. അവൻ ഭൂമിയേക്കാൾ വലിയവനാണ്. അവൻ സ്വർഗത്തേക്കാൾ വലിയവനാണ്. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാണ്. അവൻ പ്രവാചകന്മാരെക്കാൾ വലിയവനാണ്. അവൻ അപ്പോസ്തലന്മാരെക്കാൾ വലിയവനാണ്. അവൻ രാജാക്കന്മാരെക്കാൾ വലിയവനാണ്. അവനെ പോലെ ഉയർന്നവനാരുമില്ല, അവനെ പോലെ ഉന്നതനാരുമില്ല, അവനെ പോലെ അത്യുന്നതനാരുമില്ല, അവനെ പോലെ സർവശക്തൻ ആരുമില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞ അവന് തുല്യം ഈ ലോകത്തിൽ ആരുമില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അതുകൊണ്ടാണ് എന്റെ പ്രാണസ്നേഹിതൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ പാടിയത്, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. കൈ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറയാമോ? ഒരിക്കൽ കൂടെ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, നിർത്താതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ നിർത്തുകയാ. എനിക്കങ്ങ് അഭിമാനം തോന്നുക, ആവേശം കൊണ്ട് എൻ്റെ അകം തിളച്ചു മറിയുകയാ. ഞാൻ കഴിഞ്ഞ വേക്കും വന്നപ്പോൾ ഓർപ്പിച്ചില്ലേ, ഞാൻ അധികം അഭിസംബോധന ചെയ്യുന്നത് കവലകളിലാണ്. ഞാൻ ഇതുവരെ ഇന്ത്യ വിട്ട് പുറത്തു പോയിട്ടില്ല. ഞാൻ പ്രസംഗിച്ചത് ഇന്ത്യ രാജ്യത്തിനകത്താ. ഞാൻ പ്രസംഗിക്കുന്നത് കേരളത്തിലെ ഇടവഴികളോടും പെരുവഴികളോടുമാ. 12 വയസ്സിൽ എൻ്റെ പ്രസംഗം ഞാൻ ആരംഭിച്ചതാ. വയസ്സ് 36 കഴിയുന്നു. ഇന്ന് വരെ തുടരുകയാ. എൻ്റെ രാജ്യത്തോട്, എൻ്റെ സംസ്ഥാനത്തോട്, എൻ്റെ നാടിനോട് ഞാൻ ചോരയ്ക്ക് ചൂടുള്ള പ്രായത്തിൽ പ്രസംഗിക്കാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രസംഗ വിഷയമാകുന്ന യേശു ഇവിടെ ആർക്കും തുല്യനല്ല. അവൻ ആരിലും വലിയവനോ. ചെറുവക്ക കൺവെൻഷന്റെ 2ാം രാത്രിയിൽ നാം ആരാധിക്കുന്ന യേശു ലോകത്തിൽ ആർക്കും തുല്യനല്ല. അവൻ ആരിലും വലിയവനാ. ഒറ്റ വാക്കോട് പറഞ്ഞ് ഞാൻ നിർത്താം. 3 കുടില് കെട്ടിക്കൊണ്ട് പത്രോസ് യേശു ക്രിസ്തുവിനെ മോശയ്ക്കും ഏലിയാവിനും സമനാക്കാൻ ഒരു ചെറിയ ശ്രമം നടത്തിയതുപോലെ ഇന്നത്തെ മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയല്ലേ? ഏത്? ലോകരക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ അവരിവിടെ പലർക്കും തുല്യനാക്കുകയല്ലേ? ഞാൻ 2 വർഷം മുമ്പ് എവിടെയോ ഒരു യോഗത്തിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ബ്ലോക്ക് നിമിത്തം കാറിൻ്റെ വഴിയിലെ ബ്ലോക്ക് നിമിത്തം വണ്ടി 5 മിനിറ്റ് നിർത്തിയിട്ടപ്പോൾ ഒരു നല്ല പ്രസംഗം കേട്ടു. രാഷ്ട്രീയ പ്രസംഗമാണ്. എൻ്റെ ആവേശം ആ പ്രസംഗം. ഏത് പ്രസംഗം ഞാൻ കേൾക്കും സമയമുണ്ടെങ്കിൽ. അപ്പം ബ്ലോക്കുകാരനെ ഒരു 5-6 മിനിറ്റ് പ്രസംഗം കേട്ടു. ഒരു രാഷ്ട്രീയ പ്രമുഖനെ പ്രസംഗം, നല്ല പ്രസംഗമാണ്, നല്ല പ്രസംഗം. പ്രസംഗത്തിൻ്റെ സിംഹഭാഗത്ത് അദ്ദേഹം കത്തി നിൽക്കുമ്പോൾ യേശുവിനെ പറ്റി പറഞ്ഞ 2 വാക്ക് ചെറുതല്ലൻ്റെ കഥ ആവേശമാണ് പൊട്ടിച്ചത്. റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് പുള്ളി പറഞ്ഞത്, ബഹുമാനിച്ചുകൊണ്ടാണ്. സഹൃദയരെ, ദൈവപുത്രനാകുന്ന ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞത്, ദൈവപുത്രനാകുന്ന ക്രിസ്തു ശ്രീ മഹാത്മാ ഗാന്ധിജിക്ക് തുല്യൻ. എല്ലാവരും കൈയടിച്ചു. ഇപ്പം നിങ്ങൾ ഇങ്ങനെ എന്തിനാ മതി മിണ്ടരുത്. വീണ്ടും കേരളം ആദരിക്കുന്ന, ഭാരതം ആദരിക്കുന്ന, ലോകമറിയുന്ന, ചരിത്രത്തിൻ്റെ താളിൽ വിളക്ക് പോലെ കത്തി നിൽക്കുന്ന കുറേ മഹാഗുരുക്കന്മാരുടെ പേരുകൾ 1, 2, 3, 4, 5, 6 എന്ന ക്രമത്തിൽ നിരത്തിയിട്ട് അദ്ദേഹം ഉറക്കെ പറഞ്ഞു, യേശുദേവൻ ഇവർക്കൊക്കെ തുല്യൻ, ഇവരൊക്കെ യേശുദേവന് തുല്യൻ. എല്ലാവരും കൈയടിച്ചു. ഒറ്റ നിമിഷം ആ മൈക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇത് നാശിച്ചു പോയി. തരത്തില്ലല്ലോ അവര്. ഞാൻ അവിടുന്ന് സങ്കടത്തോടെ പോയി. 10 ദിവസത്തിനകം ഞങ്ങൾ 6 പേരടങ്ങുന്ന സംഘം ആ കവലയിൽ ചെന്ന് ഇതുപോലൊരു ചെറിയ ബോക്സ് വെച്ച് കെട്ടി പരസ്യോഗത്തിന് മറുപടി പറഞ്ഞ പിന്നെ എനിക്ക് സമാധാനമായത്. ഇവിടുത്തെ ഒരുപിടി മത രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ ലോകരക്ഷിതാവാകുന്ന ക്രിസ്തുവിനെ കേരളം, ഭാരതം, ലോകമറിയുന്ന പല മഹാഗുരുക്കന്മാർക്കും സമരാക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ, രക്തമൊഴുക്കേണ്ടി വന്നാലും ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ലോകത്തോട് ഉറക്കെ പറയും, ലോകത്തിൽ ആർക്കും തുല്യം ചൊല്ലാൻ പറ്റാത്ത അതുല്യനായ ഒരു വ്യക്തിപ്രഭാവം ഇവിടെ അവതരിച്ചിട്ടുണ്ടെങ്കിൽ പറ, അതേശു മാത്രം.
അവന്റെ ആളത്വത്തിന്റെ ഗാംഭീര്യഭാവം, അവന്റെ വ്യക്തിത്വത്തിന്റെ ഗാംഭീര്യഭാവം, അവന്റെ ദൈവത്വത്തിന്റെ ഗാംഭീര്യഭാവം, അവന്റെ പ്രഭാഷണത്തിന്റെ ഗാംഭീര്യഭാവം, അവന്റെ ഉപദേശത്തിന്റെ ഗാംഭീര്യഭാവം വിശദീകരിക്കാൻ നീളമില്ല ഈ രാത്രിക്ക്. വിട്ടുകളഞ്ഞ് മടങ്ങി വരട്ടെ. ഇവിടെ രാജ്യം ബഹുമാനിക്കുന്ന, ലോകം അറിയുന്ന ഒരു മഹാഗുരുക്കന്മാരെയും മതന്യൂനപക്ഷമാകുന്ന നമ്മൾ നിന്ദിക്കുന്നില്ല, പുച്ഛിക്കുന്നില്ല, പരിഹസിക്കുന്നില്ല. അയ്യോ, അവരെയൊക്കെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. രാജ്യത്തിന് വേണ്ടി ചെയ്ത ജീവനങ്ങളുടെ മുമ്പിൽ അഭിമാനം കൊണ്ട് ശിരസ്സു വന്ദിക്കുന്നു. പക്ഷേ ലോകമറിയുന്ന ഒറ്റ മഹാഗുരുക്കന്മാർക്കും നമ്മൾ യേശുവിനെ തുല്യനാക്കത്തില്ല. കാരണം എന്നാണെന്നറിയാമോ? അവരൊക്കെ മരണം കൊണ്ട് അസ്തമിച്ചപ്പോൾ, അവരൊക്കെ മരണം കൊണ്ട് അസ്തമിച്ചു എന്നതിന്റെ തെളിവായി ലോകത്തിന്റെ നാനാഭാഗത്ത് അവരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ മരണം കൊണ്ട് അസ്തമിക്കാത്ത ഒരുവനുണ്ടെങ്കിൽ, തുറക്കപ്പെട്ട കല്ലറക്കുടമ ഒരുവനുണ്ടെങ്കിൽ, അതിന്ന് രാത്രി നാം ഉയർത്തുന്ന യേശു. അപ്പൊ ഞാൻ നിർത്തട്ടെ. യേശുക്രിസ്തുവിനെ മറ്റ് രണ്ടുപേർക്ക് സമനാക്കാൻ കുടല് കെട്ടിക്കൊണ്ട് പത്രോസ് മുൻപോട്ട് വന്നപ്പോൾ, ഒക്കത്തില്ലടാ മോനെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പത്രോസിന്റെ ഉള്ളിലെ ആശയത്തെ പേപ്പർ പോലെ ചുരുട്ടി ദൂരോട്ടെറിഞ്ഞ് പ്രതിഷേധം പോലെ മേഘത്തട്ടിറങ്ങി. എന്നിട്ട് ആ മേഘത്തിൻ്റെ മറവിൽ നിന്ന് 3 വാക്ക് പറഞ്ഞങ്ങ് നിർത്താം. 3 വാക്ക്. അത് ഭയങ്കര വാക്കാ. ആകാശം കുലുങ്ങി നക്ഷത്രം പൊഴിയുന്ന, ഭൂമി കുലുങ്ങി ഭൂമിയുടെ നാരായ വേരിളകുന്ന 3 വാക്കാ. 1, ഇവൻ. എല്ലാവരും ഒന്ന് ഉറക്കെ പറ, നമ്മൾ നിർത്താൻ പോവുക. ഇങ്ങനെ മിണ്ടാതിരുന്ന എനിക്കിത് പരസ്യയോഗമാണെന്ന് തോന്നും. ഞാൻ വെച്ച് കത്തിക്കുകയും ചെയ്യും, 10 പോക്കുണ്ടാവുകയില്ല. അതുകൊണ്ട് ഉറക്കെ പറ, ആ മേഘത്തിൽ നിന്ന് മുഴങ്ങിയ 3 വാക്കിൽ ഒന്നെന്താണ്? അവിടെ എത്ര പേരുണ്ട്? മോശ, യേശു, ഏലിയാവ്. പക്ഷെ ഉയരത്തിൽ നിന്ന് മുഴങ്ങിയ വാക്ക് ബഹുവചനമല്ല, ഏകവചനമാ. ഇവർ എൻ്റെ പ്രിയപുത്രൻ എന്നല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇവരിൽ ഞാൻ പ്രസാദിച്ചെന്നല്ല, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവർക്ക് ചെവി കൊടുപ്പീൻ എന്നല്ല, ഇവന് ചെവി കൊടുപ്പീൻ. ഉറക്കിയൊന്ന് പറഞ്ഞാട്ടെ, ഉറക്കിയൊന്ന് പറഞ്ഞാട്ടെ, ഇവന് ചെവി കൊടുപ്പീൻ. അയ്യോ സാറേ, ഇത്രയും കാര്യം നടന്നപ്പോൾ പത്രോസ്, യാക്കോബ്, യോഹന്നാനും എന്ത്? മേഘം ഇറങ്ങി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിക്കുന്ന 3 വാക്ക് മുടങ്ങിയപ്പോൾ കുടല് കെട്ടാൻ വന്ന പത്രോസും കൂടെ വന്ന യാക്കോബ്, യോഹന്നാനും എന്ത്? അതുകൊണ്ട് കിടക്കുന്ന കടപ്പ് കണ്ടോ? ഫ്ലാറ്റായി. ടച്ച് എന്നൊന്നും ആരും പറഞ്ഞില്ല, ഫയർ എന്നൊന്നും പറഞ്ഞില്ല. വിയർപ്പും അഴുക്കും വരേണ്ട തുവാല ചുരുട്ടി ക്രിക്കറ്റ് ബോൾ പോലാക്കി ഉച്ചയ്ക്ക് നേരെ എറിഞ്ഞ് താഴെയിട്ടില്ല. ഇത് കണ്ടപ്പോൾ ഭയന്ന് കമണ വീണു. ആ കമണ്ണ് ഭയന്ന് കിടക്കുന്ന കടപ്പ് കണ്ടോ? ഞാൻ നിർത്തുക. യേശു അടുത്തോട്ട് ചെന്ന് അവരെ തൊട്ടു. എന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട മക്കളെ, ധൈര്യപ്പെട്, എഴുന്നേൽക്ക്. നാഥന്റെ തൊട്ടിലും വാക്കും ഹേതുവായി ഭയന്ന് കമണ കിടക്കുന്നവർ തലപൊക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് എൻ്റെ അകത്ത് വിപ്ലവം ഉണ്ടാക്കിയത്. അവർ തലപൊക്കി നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താ? ആ മലമുകളിൽ പറ, യേശുവിനെ മാത്രമല്ലാതെ വേറെ ആരെയും കണ്ടില്ല. എന്തിയെ മോശ, എന്തിയെ ഏലിയാവ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന 3 വാക്കിന്റെ മുമ്പിൽ ന്യായപ്രമാണ ദാതാവായ മോശയും പ്രവാചകനിൽ പ്രധാനിയായ ഏലിയാവും എവിടെ പോയി? എന്റെ മുമ്പിൽ 9:15 ചെറുവക്കക്കാരുടെ സ്തോത്രം അപ്രത്യക്ഷമായതുപോലെ മോശയും ഏലിയാവും പോയി. എന്തുകൊണ്ട് ഈ 3 വാക്കിന് മുമ്പിൽ മോശയും ഏലിയാവും അപ്രത്യക്ഷനായി? എന്തുകൊണ്ട്? യേശുവൊക്കെ ഉത്തരം. പിന്നിട്ട നാളിതുവരെ അഖില കോടി ജനം ചെവി കൊടുത്തത് ന്യായപ്രമാണത്തിലാണെങ്കിൽ മോശ ന്യായപ്രമാണത്തിന്റെ ദാതാവ്. പിന്നിട്ട നാളിതുവരെ അഖില കോടി ജനം ചെവി കൊടുത്തത് പഴയ നിയമത്തിന്റെ പ്രവാചകർക്കാണെങ്കിൽ ഏലിയാവ് പ്രവാചകൻ പ്രധാനി. എന്നാൽ ഇനിയും അഖില കോടി ജനം ചെവി കൊടുക്കേണ്ടത് ന്യായപ്രമാണത്തിനല്ല, അർത്ഥാൽ കർമ്മകാണ്ഡങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും പദയാത്രകൾക്കും ആചാരങ്ങൾക്കുമല്ല. ഇനിയും ജനം ചെവി കൊടുക്കേണ്ടത് പഴയ നിയമത്തിന്റെ പ്രവാചകർക്കും മധ്യസ്ഥർക്കുമല്ല. ഇനിയും ഇവന് ചെവി കൊടുപ്പീ, ഇവന് ചെവി കൊടുപ്പീ. ന്യായപ്രമാണത്തെ നിവർത്തിയാക്കാനാണ് ഇവൻ വന്നത്. പ്രവാചകർ പ്രവചിച്ച പ്രവചനത്തിന്റെ ചുരുൾ നിവർത്താനാ ഇവൻ വന്നത്. ഇതൊരു പൊതുയോഗമായതുകൊണ്ട് മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ ചുവട്ടിൽ മനുഷ്യരുടെ ഇടയിൽ ഒരേ ഒരു നാമം, ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ശക്തി, ഒരേ ഒരു ദൈവം, യേശു മാത്രം.
ചെറുമക്കളെ, കൊല്ലം ഡിസ്ട്രിക്റ്റ്, കേരള സംസ്ഥാനമേ, ദൈവത്തിന്റെ നാടായ ഭാരതമേ, ഏഷ്യ ഭൂഖണ്ഡമേ, റോമേ, വത്തിക്കാനേ, ലോകമേ, യേശുവിന് ചെവി കൊടുപ്പി. അവനല്ലാതൊരു വിമോചകനില്ല, അവനല്ലാതൊരു ഉദ്ധാരകനില്ല, അവനല്ലാതൊരു മധ്യസ്ഥനില്ല, അവനല്ലാതൊരു രക്ഷകനില്ല, അവനല്ലാതൊരു ആരാധ്യനില്ല, അവനല്ലാതൊരു രാജാവില്ല, അവനെ പോലെ ആരുമില്ല. അവന് ചെവി കൊടുപ്പി. എന്തുകൊണ്ട് ക്രിസ്തുവിന് ചെവി കൊടുക്കണം? ക്രിസ്തു ലോകത്തിൽ വന്നത് രണ്ട് കാര്യം ഞാൻ നിർത്തുകയാ. പാപിയെ രക്ഷിക്കണം, ദൈവത്തെ വെളിപ്പെടുത്തണം. പാപിയെ രക്ഷിക്കാനും ദൈവത്തെ വെളിപ്പെടുത്താനും അനന്തത വെടിഞ്ഞവനെ ആഗമിച്ച ക്രിസ്തുദേവൻ അകലുകൂടെ ജനത്തെ നോക്കി പറഞ്ഞ ചില വാക്ക്: ഒന്ന്, ഞാൻ സ്വർഗത്തിൽ നിന്നും വന്നവൻ. രണ്ട്, ഞാൻ ജീവന്റെ അപ്പം. മൂന്ന്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. നാല്, ഞാൻ സമാധാനദായകൻ. അഞ്ച്, ഞാൻ ആടുകളുടെ അതിശ്രേഷ്ഠ ഇടയൻ. ആറ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. ഏഴ്, ഞാൻ തന്നെ ജീവനും പുനരുത്ഥാനവും. എന്നിൽ വിശ്വസിക്കണം, മരിച്ചാലും ജീവിക്കും. എന്തുകൊണ്ട് ക്രിസ്തുവിന് ചെവി കൊടുക്കണം? സ്വർഗത്തിൽ നിന്നും അവതരിച്ച ഏകരക്ഷകനാണവൻ, ജീവന്റെ അപ്പമാണവൻ, വഴിയും സത്യവും ജീവനുമാണവൻ, സമാധാനദായകനാണവൻ, അനുഗമിപ്പാൻ കൊള്ളാവുന്ന നല്ല നേതാവായ ആടുകളുടെ ശ്രേഷ്ഠ ഇടയനാണവൻ, ലോകത്തിന്റെ വെളിച്ചമാണവൻ, പുനരുത്ഥാനവും ജീവനുമാണവൻ. എന്തുകൊണ്ട് അവന് ചെവി കൊടുക്കണം? നിന്റെ സകല ചോദ്യത്തിനും പരിഹാരകൻ ക്രിസ്തുവാണ്. നിന്റെ സകല പാപത്തിന്റെയും മോചകൻ ക്രിസ്തുവാണ്. നിന്റെ സകല അന്വേഷണത്തിന്റെയും കണ്ടെത്തൽ ക്രിസ്തുവാണ്. അവൻ കേവലം ഒരു മനുഷ്യനല്ല, അവൻ കേവലം ഒരു കെട്ടുകഥയല്ല, അവൻ കേവലം ഒരു ദേവനല്ല, അവൻ ദൈവത്തിന്റെ പ്രതിമയാണ്, സകല സൃഷ്ടിക്കും ആദിജാതനാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത്. അവനെ പോലൊരു ദൈവമില്ല. അവന് ചെവി കൊടുപ്പി. ശബ്ദപരിധിയിൽ ജീവിതം തകർന്ന ആരെങ്കിലും, പാപത്തിന്റെ വെഴുപ്പ് ചുമ്മി ജീവിതത്തിന്റെ വീതികളിൽ വലയുന്ന ആരെങ്കിലും, പ്രശ്നത്തിന്റെയും പരിഹാരത്തിന്, പാപത്തിന്റെ പരിഹാരത്തിന് ഭജിച്ച നമിച്ച സേവിച്ച പിഞ്ചെന്ന ദൈവങ്ങളാലും ശക്തികളാലും കൈവിടപ്പെട്ട് മുട്ടിയ വാതിലടഞ്ഞ് ആശവച്ച മനുഷ്യരകന്ന് പിടിച്ച കമ്പുകളടർന്ന് ഇനി എനിക്കൊരു രക്ഷയില്ല, വിമോചനമില്ല എന്ന് നനച്ചിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടോ? പദയാത്രയില്ലാതെ, ബുദ്ധിമുട്ടുകളില്ലാതെ, പണച്ചിലവില്ലാതെ, ശാരീരിക ദണ്ഡനങ്ങളില്ലാതെ നിന്റെ സകല പ്രശ്നത്തെയും പരിഹരിക്കാൻ, നിന്റെ സകല രോഗത്തെ സൗഖ്യമാക്കാൻ, നിന്റെ സകല പാപത്തെ മോചിക്കാൻ കരുത്തുള്ള ഒരു രക്ഷകനെ ഞങ്ങൾ ഉയർത്തുന്നു. അവന് ചെവി കൊടുപ്പി. അവനാണ് യേശു. എല്ലാ കണ്ണുകളും അടയ്ക്കുക. നമ്മുടെ കരം ഒരു നിമിഷ സ്വർഗത്തിലേക്ക് ഉയർത്താം. എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ കർത്താവിനെ പോലെ ഉന്നതൻ, നമ്മുടെ കർത്താവിനെ പോലെ പരിശുദ്ധൻ, നമ്മുടെ കർത്താവിനെ പോലെ ശ്രേഷ്ഠൻ മറ്റാരുമില്ല. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. ഇന്ന് രാത്രി ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുക. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, ആത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ പന്തലിൽ ചലിക്കുന്നുണ്ട്. തിരിച്ചറിയുന്നവർ മൗനമായിരിക്കാതെ കരങ്ങൾ ഉയർത്തിക്കാട്ടെ. ഏലിയാവിൻ്റെ ദൈവത്തിൻ്റെ കരമെന്ന് രാത്രി ഈ പന്തലിൽ ചലിക്കുന്നുണ്ട്. അതറിയുന്നവർ അല്പനിമിഷം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. ആരും മൗനമായിരിക്കരുത്. ആരാധന, 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 എല്ലാ കരങ്ങളും ഉയർത്തി ആരാധന, 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 ആരാധന. ഇത്രമാം സ്നേഹം ഉയർകോടും ദേവിക്കാം. ഇത്രമാം സ്നേഹം ഉയർകോടും ദേവിക്കാം. മന്നവർ ദോഷിയാമെന്നെയും എന്നെയും തേടി വന്നു. ദോഷിയാമെന്നെയും എന്നെയും നമുക്ക് പ്രാർത്ഥിക്കാം. മോശയെക്കാളും വലിയവനായ ദൈവം, ഏലിയാവിനേക്കാളും വലിയവനായ ദൈവം, സ്തോത്രം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവേ, സ്തോത്രം.
ഞങ്ങളെ രക്ഷിച്ചതിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് ഞങ്ങളോട് കാണിച്ച എല്ലാ നന്മകൾ ഓർത്ത് ഇന്ന് രാത്രി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. കർത്താവ് ജനത്തെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം. വിവിധ സഭകളിലായി കർത്താവെ കടന്നു വന്ന എന്റെ ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 24 വർഷത്തോളം കർത്താവെ നീ വിശ്വസ്തയോടെ ഈ മിനിസ്ട്രിയെ നീ സഹായിച്ചു. കർത്താവെ, ആവശ്യമുള്ള എല്ലാ നന്മകളും നൽകി, പുതിയ ആത്മാക്കളെ സഭകൾക്ക് നൽകി. കർത്താവെ, സ്തോത്രം. സഭയായി കർത്താവ് ദർശനം നൽകി. കർത്താവ് നടത്തിയ എല്ലാ വഴികളോർത്ത് ഇന്ന് രാത്രി അടിയൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ജനത്തോട് സംസാരിച്ചതിന്റെ വചനത്തിനായി വീണ്ടും സ്തോത്രം. ജനങ്ങൾ കൊടുത്ത ആശ്വാസത്തിനായി സ്തോത്രം. സൗഖ്യത്തിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് കർത്താവെ സ്തോത്രം ഇവിടെ ചന്തമായി കർത്താവെ ഇടപെട്ടത് കൊണ്ട് നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, നിന്റെ മക്കൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ നൽകിയ കർത്താവെ സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്തു. നിന്റെ മക്കളെ എല്ലാം ധാരാളം അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ കൺവെൻഷന് ആവശ്യമായിട്ടുള്ള പണം കർത്താവ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്തോത്രം. അടുത്ത് നടക്കേണ്ട എല്ലാ ദിവസമുള്ള കൺവെൻഷന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അത് അനുഗ്രഹമാക്കി തീർക്കണം. കർത്താവിന്റെ ദാസന്മാരെ അഭിഷേകത്തോടെ നീ അയക്കണം. ജനത്തിന് വിടുതലായ തീർക്കണമേ. കർത്താവെ, അനേക അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. എല്ലാ അങ്ങയുടെ ഭൃത്യന്മാർക്കായി സ്തോത്രം. അവരുടെ അധ്വാനങ്ങൾ കർത്താവ് അറിയുന്നല്ലോ. അവരുടെ കുടുംബങ്ങളെ കർത്താവ് അറിയുന്നല്ലോ. അവരുടെ കുഞ്ഞുങ്ങളെ കർത്താവ് അറിയുന്നല്ലോ. സ്തോത്രം. കർത്താവ്, ഈ വർഷത്തെ കൺവെൻഷൻ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കേൾപ്പിച്ച വചനത്തിനായി വീണ്ടും സ്തോത്രം. അങ്ങയുടെ ദാസനായി കുടുംബത്തിനായി കർത്താവ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ആരോഗ്യത്തോട് നടത്തണമേ, അഭിഷേകത്തോട് നടത്തണമേ. ഈ രാജ്യത്തിനും ഇന്ത്യക്കും ഒക്കെ സുവിശേഷത്തിന് കർത്താവെ കാരണമായി പിന്നെ നിന്റെ ദാസനെ ഉപയോഗിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോൺസൺ പാസ്റ്റർക്കായി സ്തോത്രം. കുടുംബത്തിനായി സ്തോത്രം. കൊടുത്ത ദർശനത്തിനായി സ്തോത്രം. ഒരുമിച്ച് കൂടെ പ്രവർത്തിക്കുന്ന കർത്തദാസന്മാർക്കായി വീണ്ടും സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാത്തിനും നന്ദി. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്നേഹവും കർത്താവെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഞങ്ങളോട് എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും കൂടെ എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ഹല്ലേലൂയ. രാത്രികാലം ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെയും ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഗാനങ്ങളും നടന്നതായ ആരാധനയും ശക്തമായ ദൈവവചന പ്രഘോഷണവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും വിടുതലും സമാധാനവും നൽകി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ദയവായി കോൺടാക്ട് ചെയ്യുക. മിസ്റ്റർ സാംസി ഡാനിയൽ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി, ചെറുവക്കൽ PO, ആയൂർ, കൊല്ലം, കേരള. ഫോൺ നമ്പർ 9447766316.